Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഹോസ്പിറ്റൽസിനെ ഡിഫറെന്റ് 4 ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനെ എന്താണ് നമ്മൾ മെയിൻലി 4 സോൺ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഏതൊക്കെയായിരുന്ന 4 സോണുകൾ നിവ്യ? ഏതൊക്കെയായിരുന്ന 4 സോൺസ് നിവ്യ? അപ്പൊ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനെ നമ്മൾ മെയിൻലി 4 സോൺ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു അത്? ക്ലിനിക്കൽ സോൺ. ഓക്കെ, ഏതായിരുന്നു? ക്ലിനിക്കൽ സോൺ, സ്റ്റെറൈൽ സോൺ, അതൊക്കെ അല്ലേ? അതെ അതെ. ഫസ്റ്റ് എന്തായിരുന്നു? പ്രൊട്ടക്റ്റീവ് സോൺ. ഫസ്റ്റ് വൺ ആയിരുന്നു പ്രൊട്ടക്റ്റീവ് സോൺ, സെക്കൻഡ് വൺ ആയിരുന്നു ക്ലീൻ സോൺ, ആൻഡ് തേർഡ് സോൺ ഏതായിരുന്നു? സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ, ആൻഡ് ദ ഫോർത്ത് സോൺ വാസ് ഏതായിരുന്നു? ഡിസ്പോസൽ സോൺ. ഓക്കെ, അപ്പോ ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ. അപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, 4 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിലേതൊക്കെ ഓരോ സോൺസിലും ഏതൊക്കെ ഏരിയാസ് ആണ് ഉൾപ്പെടുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? പിന്നെന്തായിരുന്നു? ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് മുൻതൂക്കം കൊടുക്കേണ്ടതുമായ ഒരു സ്പെഷ്യൽ ഏരിയയാണ് ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓപ്പറേഷൻ തിയേറ്റേഴ്സിന് ചില കുറവുകളുണ്ട്, ഡെഫിഷ്യൻസീസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ കുറവുകള്? എന്തൊക്കെയായിരുന്നു? ഈ ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രമായിട്ട് എന്തില്ല? ഒരു റിസപ്ഷൻ ഏരിയ ഒരു റിസപ്ഷൻ ഏരിയ ഇല്ല. ഹോസ്പിറ്റൽസിന് റിസപ്ഷൻ ഏരിയ ഉണ്ടെങ്കിലും ഈ ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ റിസപ്ഷൻ ഏരിയ വേണ്ടതാണ്.
ഓക്കെ, അപ്പൊ അതൊരു കുറവാണ്. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഈ റിസപ്ഷൻ ഏരിയ വേണമെന്ന് പറഞ്ഞത്? അപ്പോൾ പേഷ്യൻസിന്റെ സർജറി പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന പേഷ്യന്റിന്റെ കണ്ടീഷൻസ് അറിയുന്നതിന് വേണ്ടി പുറത്തു നിൽക്കുന്ന റിലേറ്റീവ്സ് എങ്ങനെയായിരിക്കും? ക്യൂരിയസ് ആയിരിക്കും. അപ്പൊ അതിനൊരു എന്താണ്, അപ്പൊ അവർക്കുള്ള ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ എന്താണ്, അകത്തുനിന്നും ഒരു സ്റ്റാഫ് പുറത്ത് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇത് ഒഴിവാക്കാനായിട്ട്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒഴിവാക്കുന്നതിനായിട്ട് എന്താണ്, ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ റിസപ്ഷൻ വേണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതില്ലാത്തത് ഒരു ഡെഫിഷ്യൻസി ആണ്. പിന്നെന്താണ്, സർജൻസിനായിക്കോട്ടെ, ഓക്കെ, സർജൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ്, നേഴ്സിന്, ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഒരു പ്രത്യേകമായിട്ട് ഉള്ള എന്താണ്, റൂംസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അവർക്ക് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ സർജറി പ്രൊസീജിയേഴ്സിന് വേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടി ആയിക്കോട്ടെ അവർക്ക് പ്രത്യേകം റൂംസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെന്താണ്, അതേപോലെ തന്നെയാണ് ചേഞ്ചിങ് റൂംസ്. അവർക്ക് PPE വെയർ ചെയ്യുന്നതിന് വേണ്ടി സെപ്പറേറ്റ് റൂമുകൾ ഇല്ല അല്ലെ. അപ്പോ ഡിലേ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഓപ്പറേഷൻ പ്രൊസീജിയർ ഡിലേ ആകാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പൊ അതൊരു ഡെഫിഷ്യൻസി ആണ്. പിന്നെന്താണ് പറഞ്ഞത്, ഓപ്പറേഷൻ തിയേറ്ററിന്റെ റൂമിന്റെ പ്രത്യേകത എങ്ങനെയാണ്? ഇടുങ്ങിയ റൂം ആണെങ്കിൽ അതെന്താണ്, അത് സ്റ്റാഫുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം മിക്ക ഹോസ്പിറ്റൽസിലും എങ്ങനെയാണ്, ഓപ്പറേഷൻ തിയേറ്റർ ഇപ്പൊ മാറിയിട്ടുണ്ടല്ലേ, ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആകുന്ന ഡോർസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെന്താണ്, ലാമിനാർ ഫ്ലോ, എയർ ഫിൽറ്റർ ചെയ്തിട്ടുള്ള എയർ ആയിരിക്കണം ഓപ്പറേഷൻ റൂമിൽ ലഭ്യമാകേണ്ടത്. അപ്പൊ ലാമിനാർ ഫ്ലോ ഇല്ലാത്ത ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എങ്ങനെയാണ്, അതൊരു ഡെഫിഷ്യൻസി ആണ്. പിന്നെന്താണ്, സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിൽ പാലിക്കേണ്ട ചില പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പൊ അത്തരം പ്രോട്ടോകോൾസുകളുടെ അഭാവം മൂലം ചില മിസ്റ്റേക്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നേക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് അത്യാവശ്യമാണ്. പിന്നെന്താണ്, വെയിറ്റിംഗ് ഏരിയ. പിന്നെന്താണ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രം ഈ ഡിവൈസുകളെ എന്താണ്, സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ജെം ഫ്രീ ആക്കുന്നതിന് വേണ്ടിയുള്ള സപ്ലൈ യൂണിറ്റുകൾ ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രമായിട്ട് ഇല്ല. അതൊരു ഡെഫിഷ്യൻസി ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ഡെഫിഷ്യൻസീസ് ഏതൊക്കെയാണെന്ന് നെക്സ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. അപ്പോ ഹോസ്പിറ്റൽസിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന ഫസ്റ്റ് വൺ എന്താണ്? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. ആൻഡ് സെക്കൻഡ് വൺ ഏതാണ്? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. And the third one, hybrid operation theater. അപ്പോൾ മെയിൻലി 3 ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആണ് ഒരു ഹോസ്പിറ്റലിൽ കാണപ്പെടുന്നത്. 3 different types of operation theaters ആണ്. എങ്ങനെയാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ? മാഡം സ്ക്രോൾ ചെയ്യാവോ മാഡം? ഓക്കെ. റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജു? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. Page number 4. Types of operation theater. Okay. Till last para. Types of operation. Okay. Clear ആണല്ലോ? Okay, thank you. Operation theater. Okay. അപ്പൊ ഫസ്റ്റ് വൺ ഏതാണ് ഇതില്? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ എന്താണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്? ഇതൊരു മോഡേൺ കോൺസെപ്റ്റ് ആണ് അല്ലെ. പേഷ്യൻസിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ മോഡേൺ ടെക്നോളജീസും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ പേഷ്യൻസിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഫെസിലിറ്റീസും കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജീസും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെയാണ്? ഹൈലി ഫ്ലെക്സിബിൾ ആയിരിക്കും. ഓക്കെ, ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സർജിക്കൽ എൻവയോൺമെന്റ് ആണ് ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളത്. അതേപോലെ തന്നെ ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് മോഡുലാർ കമ്പോണൻസ് യൂസ് ചെയ്തിട്ടാണ്.
അപ്പൊ ഈ മോഡുലാർ കമ്പോണൻസ് എന്താണ് അതിന്റെ പ്രത്യേകത? അത് ഓഫ് സൈറ്റിൽ നിർമ്മിക്കുന്നതും ഓക്കെ, അപ്പൊ അതിന്റെ അളവൊക്കെ എടുത്ത് ഓഫ് സൈറ്റിൽ കൊണ്ടുപോയിട്ട് നിർമ്മിക്കുന്നതും എന്താണ് ഓൺ സൈറ്റിൽ, അതായത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അസംബിൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻസ് ഉള്ളത്. ക്ലിയർ ആണോ? എങ്ങനെയാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ? ഓഫ് സൈറ്റിൽ നിർമ്മിക്കുന്നതും ഓൺ സൈറ്റിൽ കൊണ്ടുവന്ന്, ഓൺ സൈറ്റ് മീൻസ് എന്താണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, അസംബിൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? എന്താണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന്? ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ്. പേഷ്യന്റിന് കൊടുക്കാൻ കഴിയുന്ന എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ മോഡേൺ ടെക്നോളജീസും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ ആണ് മോഡുലാർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് അത് ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് ഇത്തരം മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലുള്ളത്. പിന്നെന്താണ്? മോഡുലാർ കോമ്പോണൻസ് യൂസ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആ കോമ്പോണൻസിന്റെ പ്രത്യേകത എന്താണ്? അത് നമുക്ക് ഓഫ് സൈറ്റിൽ കൊണ്ടുപോയിട്ട് നിർമ്മിക്കാൻ കഴിയുന്നതും ഓൺ സൈറ്റിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുമാണ് അതിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്താണെന്ന് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്താ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ? പ്രീ ഫാബ്രിക്കേറ്റഡ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഈസ് എ ഫിനിഷ്ഡ് സ്റ്റീൽ സ്ട്രക്ചർ. ഓക്കെ, സ്റ്റീൽ സ്ട്രക്ചറിലായിരിക്കും വിത്ത് ജോയിൻലെസ് സ്റ്റെറൈൽ കോട്ടിംഗ് ദാറ്റ് പ്രൊവൈഡ്സ് എ ഹൈ ക്വാളിറ്റി ഫിനിഷ്. These operation theaters provide the benefits of a എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇത്തരം മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? റാപ്പിഡ് കൺസ്ട്രക്ഷൻസ്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഒരു ബിൽഡിംഗ് പണിയണമെങ്കിൽ തന്നെ എന്താണ്, കുറെ ടൈം എടുക്കും അല്ലേ? ടൈം കൺസ്യൂമിങ് പ്രൊസീജിയർ ആണ് ഒരു ബിൽഡിംഗ് പണിയുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരു ഓപ്പറേഷൻ റൂം, ഒരു റൂം എന്താണ് പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ ഇത്തരം മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ഇത്തരം മോഡുലാർ കമ്പോണൻസ് യൂസ് ചെയ്യുന്നത് മൂലം എന്താണ്, നമുക്കിത് ഈസിലി ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. ക്ലിയർ ആണോ? നമുക്ക് ഈസിലി കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്, റാപ്പിഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇത്തരം ഓപ്പറേഷൻ തിയേറ്റേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? പിന്നെന്താണ്? പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ് അല്ലെ? എന്താണ്? മലിനീകരണം ഉണ്ടാകുന്നത്, കണ്ടാമിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മലിനീകരണം ഉണ്ടാകുന്നത് തടയുന്നുണ്ട്. അപ്പൊ ഇത്തരം ഓപ്പറേഷൻ തിയേറ്ററിൽ സ്റ്റീൽ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു അല്ലെ? അതിന്റെ സർഫസ്, വാൾസ് ഒക്കെ എങ്ങനെയാണ്? സ്റ്റീൽ കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഈസിലി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡേർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് സ്പ്ലാഷ് ആയാലും നമുക്ക് ഈസിലി അത് വൈപ്പ് ചെയ്ത് മാറ്റാനായിട്ട് കഴിയും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഈസിലി നമുക്ക് ആ സർഫസ് ക്ലീൻ ചെയ്യാൻ കഴിയുന്നത് മൂലം അതെങ്ങനെയാണ് ആ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ജെം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്ന രീതിയിലാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സ്ട്രിക്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അവർ ഇത്തരം ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ലാമിനാർ എയർ ഫ്ലോ അല്ലെ? എന്താണ് ലാമിനാർ എയർ ഫ്ലോയുടെ പ്രത്യേകത? ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്തുള്ള എയറിനെ ഫിൽറ്റർ ചെയ്യുന്ന ഒരു വെന്റിലേഷൻ ആണ് ലാമിനാർ എയർ ഫ്ലോ എന്ന് പറയുന്നത് അല്ലെ? അതായത് എയർ ഫ്ലോ എന്നാണ് ക്ലീൻ ചെയ്ത എയർ ഉള്ള ഭാഗത്ത് നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്ക്, ആ രീതിയിലാണ് ഈ ലാമിനാർ ഫ്ലോയിൽ എങ്ങനെ എയർ പാസ് ആകുന്നത്, അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം സജ്ജീകരണങ്ങൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഈ ലാമിനാർ എയർ ഫ്ലോ സെറ്റ് ചെയ്യുന്നത് മൂലം ഈ എയർബോൺ കണ്ടാമിനൻസ് ഉണ്ടല്ലോ, വായുവിലൂടെ പകരുന്ന മാലിന്യങ്ങൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പ്രവേശിക്കാതെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ലാമിനാർ എയർ ഫ്ലോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് സെറ്റ് ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ ആണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബെനിഫിറ്റ് എന്താണ്? ഫസ്റ്റ് ബെനിഫിറ്റ് എന്തായിരുന്നു? റാപ്പിഡ് കൺസ്ട്രക്ഷൻ ആണ്, നമുക്ക് ഈസിലി അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, പിന്നെന്താണ്? പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്. അതിന്റെ സമയത്ത് അതിന്റെ സർഫസിലായിക്കോട്ടെ അതിന്റെ വാൾസ് ആയിക്കോട്ടെ എന്താണ്, സ്റ്റീൽ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി അത് വൈപ്പ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ആ ഏരിയ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും.
ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ലോങ് ഡ്യൂറബിലിറ്റി. നീണ്ട കാലത്തേക്ക് എന്ത് ചെയ്യും? ലോങ് റണ്ണിൽ ഇത് നിലനിൽക്കുന്ന മെറ്റീരിയൽസ് യൂസ്, ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഇത്തരം ആരാണ് മ്യൂട്ട് ചെയ്തിരിക്കുന്നത്? പ്ലീസ് മ്യൂട്ട്. ഓക്കെ, അപ്പോ എന്താണ്? ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഇത്തരം ഓപ്പറേഷൻ തിയേറ്റേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണെന്ന് പറഞ്ഞു. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ കാരണങ്ങളാൽ തന്നെ എങ്ങനെയാണത്? ലോങ് റണ്ണിൽ ഇത്തരം ഓപ്പറേഷൻ തിയേറ്റേഴ്സ് നിലനിൽക്കും. ഓക്കെ, ക്ലിയർ ആണോ? ലോങ് ഡ്യൂറബിലിറ്റി ക്ലിയർ ആണോ? ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ടെക്നിക്സും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇക്കാരണത്താൽ എന്താണ്? ലോങ് റണ്ണിൽ ഈ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ് വൺ എന്താണ്? സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം. ഓപ്പറേഷൻ തിയേറ്ററിൽ പുതിയൊരു ഡിവൈസ് എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്യണം, ഡിവൈസ് സെറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അവിടെ ആ സ്ട്രക്ചറിൽ ഒരു മാറ്റവും വരുത്താതെ എന്താണ്? നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും എക്സ്പാൻഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വരുത്താത്ത രീതിയിലാണ്, നമുക്കത് സ്ട്രക്ചറിൽ ഒരു ചേഞ്ചസും മാറ്റം വരുത്താത്ത രീതിയിലാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ, ഫ്യൂച്ചറിൽ എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? അതിനനുസരിച്ചുള്ള രീതിയിലാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഇപ്പോ ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്ലംബിംഗ്, ഓക്കെ, ഇത്തരം സിസ്റ്റത്തിലേക്ക് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു ഡിവൈസ് സെറ്റ് ചെയ്യണം. അപ്പൊ എന്താണ്? അത് എക്സ്റ്റെൻഡബിൾ ആയിട്ടാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഈസ് ഓഫ് മെയിൻ്റനൻസ് നമ്മൾ പറഞ്ഞു, അതിന്റെ സർഫസ് അല്ലെങ്കിൽ വോൾസ് ഒക്കെ എന്താണ്? സ്റ്റീൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഈസിലി ആണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനും എന്താണ്? കണ്ടാമിനേറ്റഡ് ആവാതെ ശ്രദ്ധിക്കാനും നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ ഏരിയ ക്ലീൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ വോൾസ്, ബ്രിക്സിന്റെ ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ എന്താണ് പ്രോബ്ലം? ബാക്ടീരിയാസ് ഒക്കെ അവിടെ സ്റ്റേ ചെയ്യാനായിട്ട്, നിലനിൽക്കാനായിട്ട് കാരണമാകുന്നുണ്ട് അല്ലെ? പിന്നെന്താണ്? ചില ഗ്യാപ്സുകളൊക്കെ ഉണ്ടായേക്കാം. ആ ഗ്യാപ്സുകളിൽ ബാക്ടീരിയാസ് ഉണ്ടാകാം. അത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സ്പ്രെഡ് ആകാം. ആ പേഷ്യന്റിന്റെ ഹെൽത്തിനെ അഫക്ട് ചെയ്തേക്കാം. അപ്പൊ ഇത്തരം കണ്ടീഷൻസ് ഒഴിവാക്കുന്ന രീതിയിലാണ് അതിന്റെ ഫുൾ ഫർണിഷിങ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് ഫുൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന്റെ വോൾസ് എങ്ങനെയാണ്, സർഫസ് എങ്ങനെയാണ് ഈസിലി ക്ലീൻ ചെയ്യാവുന്ന രീതിയിലാണ് ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? പിന്നെന്താണ്? ഇൻസ്റ്റലേഷൻസ് ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പുതിയൊരു എക്യുപ്മെന്റ്സ് സെറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? നമുക്കത് ഈസിലി സെറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡിസൈനിങ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യാൻ മാത്രമല്ല, അതെങ്ങനെയാണ് ലോങ് റണ്ണിൽ നിലനിൽക്കുന്ന രീതിയിലുമാണ് ഇതിന്റെ ഡിസൈൻ നടത്തിയിരിക്കുന്നത്. ഓക്കെ, and the seventh one എന്താണ്? provision of opening needed for the installation without affecting hardness of structure. അപ്പൊ അഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഒരു ഡിവൈസ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആ സ്ട്രക്ചറിനെ മൊത്തത്തിൽ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, സ്ട്രക്ചറിലെ മൊത്തത്തിൽ മാറ്റാത്ത രീതിയിലുള്ള എന്താണ് നമുക്ക് ഇൻസ്റ്റാളേഷൻസ് അവൈലബിൾ ആണ്. അതായത് ഡിവൈസുകൾ സെറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഈ സ്ട്രക്ചറിനെ മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ രീതിയിലാണ് ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് മനസ്സിലായോ? എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് പേഷ്യന്റിന് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് അല്ലെ? ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഒക്കെ നമുക്ക് നടത്താനായിട്ട് ഈസിലി പറ്റുന്നതാണ്. അത്തരത്തിലാണ് ഈ മോഡുലാർ കമ്പോണൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ മോഡുലാർ കമ്പോണൻസിന്റെ പ്രത്യേകത എന്താണ്? അത് നമുക്ക് ഓഫ് സൈറ്റില്
എന്താണ് ഓഫ് സൈറ്റിൽ നിർമ്മിക്കാൻ കഴിയുന്നതും ഓൺ സൈറ്റിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലുമാണ് ഇത് സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ടൈപ്പ് ഫസ്റ്റ് വൺ. ഓക്കെ, പ്ലീസ് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. നെക്സ്റ്റ് വൺ ഏതാണ്? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. എന്താണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത? ഫങ്ഷനലി ലിങ്കിങ് ദ ഓപ്പറേഷൻ തിയേറ്റർ എൻവയോൺമെന്റ്. This consists of patient information, audio, video, surgical lights, room lights, AC and medical equipments. എന്താണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ? എന്താ അതിന്റെ പ്രത്യേകത? എന്താണ്? അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ്, പിന്നെന്താണ് ഡിജിറ്റൽ ഇമേജിംഗ്. ഓക്കെ, എക്സ്റേ, MRI ഒക്കെ ഇല്ല, അതേപോലെ ഡിജിറ്റൽ ഇമേജിംഗ്, പിന്നെന്താണ് IT സിസ്റ്റം. ഇതിനെയെല്ലാം ഒരുമിച്ച് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജോ? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, എന്താണ്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? സ്ക്രീൻ ക്ലിയർ ആണല്ലോ. അപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഡിജിറ്റൽ ഇമേജിംഗ്, IT സംവിധാനം, IT സിസ്റ്റത്തേക്ക് ഒരുമിച്ച് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ഇമേജിംഗ് ഉണ്ടായിരിക്കും, കൂടാതെ എന്താണ് IT സിസ്റ്റവും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. IT സിസ്റ്റത്തെയും എല്ലാ സംഭവങ്ങളെയും ഒരുമിച്ച് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ മെയിൻ എയിം എന്താണ്? ആ സർജിക്കൽ പ്രൊസീജിയേഴ്സ് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, ആ സർജിക്കൽ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ഈസിലി ആയിട്ട്, ഓക്കെ, മറ്റൊരു തടസ്സങ്ങളും കൂടാതെ കംപ്ലീറ്റ് ചെയ്യുക, എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുക. ഇതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനും ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്നതിനും വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള അഡ്വാൻസ്ഡ് സർജിക്കൽ എൻവയോൺമെന്റ്സ് ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതിലെ പ്രത്യേകത എന്താണ്? സർജൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫിനായിക്കോട്ടെ എല്ലാ ഡിവൈസുകളും, നേഴ്സസിനോ സർജൻസിനോ എല്ലാ ഡിവൈസുകളും, ലൈറ്റ്സ് ആയിക്കോട്ടെ, ക്യാമറാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസുകൾ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രത്യേക ഇന്റർഫേസിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ടച്ച് പാനലിന്റെ സംവിധാനത്തോടെ എന്താണ് കൺട്രോൾ ചെയ്യാൻ, എല്ലാ സംവിധാനത്തെയും എല്ലാ സിസ്റ്റത്തെയും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ലൈറ്റ് ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, ഡിവൈസ് ആയിക്കോട്ടെ, എല്ലാത്തിനെയും എങ്ങനെയാണ് ഈ സർജൻസിനോ അല്ലെങ്കിൽ നേഴ്സിനോ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? അപ്പൊ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ മറ്റൊരു പ്രത്യേകതയാണിത്. ഫസ്റ്റ് വൺ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സും ഉണ്ട്, ഇമേജിംഗ് ഉണ്ട് അല്ലേ, ഡിജിറ്റൽ ഇമേജിംഗ് ഉണ്ട്, IT സിസ്റ്റം ഉണ്ട്. ഇതിനെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിൽക്കുന്ന സർജൻസ് ആയിക്കോട്ടെ, നഴ്സിനൊക്കെ എന്താണ് എല്ലാ സിസ്റ്റത്തിനെയും, ലൈറ്റ്സ്, ക്യാമറ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാത്തിനെയും ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്? നമ്മൾ പറഞ്ഞു ഓഡിയോ വീഡിയോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഈ ഓഡിയോ വിഷ്വൽ കണക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സിന്റെ സമയത്ത് തന്നെ അവർക്ക് എന്താണ് ഈ ഓപ്പറേഷൻ റൂമിനുള്ളിലായാലും അല്ലെങ്കിൽ അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലൊക്കേഷനിലുള്ള ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്.
ഇത്തരം ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടായാലും അല്ലെങ്കിൽ മറ്റൊരു ലൊക്കേഷനിലുള്ള ആണെങ്കിലും എന്താണ് സജഷൻസ് നേടാനോ അല്ലെങ്കിൽ എൻക്വയറീസിന് വേണ്ടിയോ എന്താണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇന്റഗ്രേറ്റേഴ്സിന്റെ പ്രത്യേകതകൾ. ഓക്കെ, പറയാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? നമുക്ക് എന്താണ് സർജൻസിനോ നേഴ്സിനോ എല്ലാ എക്യുപ്മെന്റ്സുകളും ഡിഫറെന്റ് സിസ്റ്റത്തിനെ ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ഈ ഓഡിയോ വീഡിയോ പോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഓപ്പറേഷൻ റൂമിനുള്ളിലായാലും അല്ലെങ്കിൽ പുറത്തുള്ള ഒരു ലൊക്കേഷനിലെ ഒരാളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ടും പോസിബിൾ ആണ്. എന്തെങ്കിലും സജഷൻസ് വേണമെങ്കിൽ അല്ലെങ്കിൽ എൻക്വയറീസ് വേണമെങ്കിൽ അതും പോസിബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ഈ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ മെയിൻ പർപ്പസ് എന്താണ്? മെയിൻ എയിം എന്ന് പറയുന്നത് ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അഡ്വാൻസ്ഡ് ഡിവൈസുകളെ കോർഡിനേറ്റ് ചെയ്യുക. അപ്പൊ ഈ രണ്ടെണ്ണമാണ് അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. സർജിക്കൽ പ്രൊസീജിയേഴ്സ് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുകയും ഈ ഡിവൈസുകളെ കോർഡിനേറ്റ് ചെയ്യുകയും എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പർപ്പസ് അല്ലെങ്കിൽ മെയിൻ എയിം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. നെക്സ്റ്റ് വൺ എന്താണ്? ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. എന്താണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ? നോട്ട് തരുമോ? തന്നെ സെപ്പറേറ്റ് നോട്ട്സ് വേണോ? ഈ ഡ്രാഫ്റ്റിലുള്ള പോയിന്റ്സ് പറയുന്നില്ലേ, അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾ അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ ഒരു ലെക്ചർ നോട്ട് ബുക്ക് ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ അതിൽ ജസ്റ്റ് ഒരു ലെക്ചർ നോട്ട് പോലെ എഴുതിയാൽ മതി. പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമോ? പോയിന്റ്സ് ഒക്കെ ഇല്ല, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഞാൻ പറയുന്ന എക്സ്ട്രാ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ദെൻ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. എന്താണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത? എ സർജിക്കൽ തിയേറ്റർ ദാറ്റ് ഈസ് എക്യുപ്ഡ് വിത്ത് മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസസ് ലൈക്ക് CAMs, പിന്നെന്താണ് CT സ്കാനേഴ്സ്, MRI സ്കാനേഴ്സ്. ദിസ് അലൗ സ്ലൈറ്റ്ലി ഇൻവേസീവ് സർജറി വിച്ച് മീൻസ് എന്താണ് ലെസ് ഇൻസിഷൻ, ചെറിയ മുറിവ്. ഓക്കെ, അപ്പൊ എന്താണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത? അതായത് സാധാരണ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഇമേജിംഗ് ഡിവൈസുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത എന്തായിരുന്നു? അതിലെന്താണ് എല്ലാ മെഡിക്കൽ ഡിവൈസും വരുന്നുണ്ട്, ഡിജിറ്റൽ ഇമേജിംഗും വരുന്നുണ്ട്, IT സിസ്റ്റവും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ആ മൂന്ന് കാര്യങ്ങളെയും ഒരുമിച്ച് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. വേറാസ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിനോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഇമേജിംഗ് ഡിവൈസിനെയും എന്താണ് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്താണ് ഈ ഓപ്പറേഷൻ സർജറിയുടെ ടൈമില് പ്രൊസീജിയേഴ്സിന്റെ ടൈമില് ഈ ഇമേജിങ്ങിന്റെ ഹെൽപ്പോട് കൂടി ഈ മെഡിക്കൽ ഇമേജിംഗ് ഉണ്ടല്ലോ, അപ്പൊ എക്സ്റേ MRI പോലുള്ള ഇമേജിങ്ങിന്റെ ഹെൽപ്പോട് കൂടി അവർക്ക് ഈ പ്രൊസീജിയേഴ്സിന്റെ സമയത്ത് തന്നെ ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ ഈ ഇൻസ്ട്രക്ഷൻസ് ആ പേഷ്യൻസിന്റെ സ്കാനിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് എത്ര ചെറിയ മുറിവാണെന്ന് പറഞ്ഞല്ലേ, അപ്പൊ ഈ മെഡിക്കൽ ഇമേജിന്റെ ഹെൽപ്പോട് കൂടി എത്ര ആഴത്തിലുള്ള മുറിവുണ്ടാക്കണം തുടങ്ങി പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങള് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട് ഇമേജിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ എന്താ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത? മെഡിക്കൽ ഇമേജിങ്ങിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇതിൽ ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് നടത്തുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഈ ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസിന്റെ റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അല്ലെങ്കിൽ സ്കാനിങ് എടുക്കുന്നതിന് വേണ്ടി മറ്റൊരു റൂമിലേക്ക് പേഷ്യന്റിനെ മാറ്റേണ്ടി വരാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ ഇമേജിങ് എടുക്കുന്ന പ്ലേസിലേക്ക് അവരെ കൊണ്ടുപോകേണ്ടി വരാറുണ്ട്. ഓക്കെ, അത്തരം സിറ്റുവേഷൻസ് ഇത്തരം ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ്? എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമേജിംഗ് ഡിവൈസുകളും എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റി എങ്ങനെയാണ്?
വളരെ കൂടുതലായിട്ടുള്ള പേഷ്യന്റ് സേഫ്റ്റി ആണ് ഈ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ റൂമിനുള്ളിലെ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ 3 ഓപ്പറേഷൻ തിയേറ്റേഴ്സിന്റെ പ്രത്യേകതകൾ മനസ്സിലായോ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫസ്റ്റ് വൺ എന്തായിരുന്നു? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്തായിരുന്നു? മായ? മോഡേൺ ഓക്കെ സുരഭി കണ്ടിന്യൂ. എന്താണ്? ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്. പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഫെസിലിറ്റീസ് അത് എല്ലാ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഹൈലി ഫ്ലെക്സിബിൾ ആയിരിക്കും. അതെന്ന് പറയുമ്പോൾ ഹൈലി ഫ്ലെക്സിബിൾ മീൻസ് എന്താണ്? നമുക്കൊരു സ്റ്റാൻഡ് ചെയ്യേണ്ടി വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിവൈസ് അതിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വന്നാൽ, ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നാൽ ഈസിലി ഓഫ്സൈറ്റ് നിർമ്മിച്ച് ഓൺസൈറ്റ് ആയിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെന്തൊക്കെയാണ് സ്ട്രക്ചർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. എന്തോ? സ്റ്റീൽ സ്ട്രക്ചർ ആയിരിക്കും ഇത്തരം ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്. അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈസിലി കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയും. ഈസിലി സർഫസ് ക്ലീൻ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ആണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈസിലി അത് ക്ലീൻ ചെയ്യാൻ പറ്റും. കണ്ടാമിനേഷനൊന്നും ഇല്ലാതെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ സംരക്ഷിക്കാൻ കഴിയും. പിന്നെന്താണ്? ലാമിനാർ എയർഫ്ലോ പോലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത് മൂലം എന്താണ്? കണ്ടാമിനേഷനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയും. പിന്നെന്താണ്? ലോങ് ഡ്യൂറബിലിറ്റിയിൽ എന്താ പറഞ്ഞത്? അതില് ഹൈ ക്വാളിറ്റീസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് കാലം നിലനിൽക്കുന്ന ടൈപ്പിലായിരിക്കും ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ നിർമ്മിക്കുന്നത്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ടെക്നിക്സും യൂസ് ചെയ്തിട്ടാണ് ഈ എൻവയോൺമെന്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ്? ലോങ് ഡ്യൂറബിലിറ്റി ആണ്. ലോങ് റണ്ണിൽ അത് എക്സിസ്റ്റ് ചെയ്യും. പിന്നെന്താണ്? സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഫ്യൂച്ചറിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിലാണ് ഈ ഒരു മോഡുലാർ OT സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെന്താണ്? ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്. അത് കഴിഞ്ഞ് പ്രൊവിഷൻ ഓഫ് ഒപ്പീനിയൻ നീഡഡ് ഫോർ ദി ഇൻസ്റ്റാളേഷൻ വിത്തൗട്ട് എഫക്റ്റിംഗ് ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ. ഫ്യൂച്ചറിൽ എന്തെങ്കിലും മറ്റേത് പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഡിവൈസ് സെറ്റ് ചെയ്യണമെങ്കിൽ സ്ട്രക്ചറിനെ മാറ്റേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ മോഡുലാർ OTയിൽ സെറ്റ് ചെയ്യാൻ കഴിയും. സുരഭി മ്യൂട്ട് ചെയ്തോളൂ. ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. എന്താണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത? എന്താണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത? മായ, എന്തായിരുന്നു ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ? മെഡിക്കൽ ഇമേജിംഗ് യൂസ് ചെയ്യുന്നു ഇങ്ങനെയുള്ള തിയേറ്ററിൽ. IT പ്രൊവൈഡ് ചെയ്യുന്നു. എന്തൊക്കെയാണ് അപ്പം? മെഡിക്കൽ ഇമേജിംഗ് ഉണ്ട്, പിന്നെ IT സിസ്റ്റം ഉണ്ട്, പിന്നെന്താണ്? AC. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സിനെയും IT സിസ്റ്റത്തെയും ഈ ഡിജിറ്റൽ ഇമേജിങ്ങിനെയും എന്താണ് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ? ആർക്കെങ്കിലും പറയാവോ എന്തൊക്കെയാണ് ആ പ്രത്യേകതകള്? ഇതിന്റെ മെയിൻ എയിം എന്നുള്ളത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് എഫിഷ്യന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഡിവൈസിനെ കോർഡിനേറ്റ് ചെയ്യുകയാണ് ഇതിന്റെ മെയിൻ എയിം. വെരി ഗുഡ്. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ നിന്നുകൊണ്ട് സർജൻസിനും നഴ്സിനും എല്ലാ സിസ്റ്റത്തിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സും എല്ലാ സിസ്റ്റം ലൈറ്റ് എല്ലാം ഒരൊറ്റ ഇതിൽ തന്നെ നിന്നുകൊണ്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെന്താണ്? പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉള്ളിലായാലും പുറത്തുള്ളവരായിട്ടായാലും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സജഷൻസും എൻക്വയറീസ് ഒക്കെ പോസിബിൾ ആണ്. അപ്പൊ ഓഡിയോ വിഷ്വൽ കണക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ, ഇത്തരം ഡിവൈസുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. വെരി ഗുഡ് സൂര്യ. നെക്സ്റ്റ് എന്തായിരുന്നു? ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത എന്താ?
എന്താണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ? Equipped with modern medical imaging device like CAMs, CT scans, MRI scanners. മെയിൻ ആയിട്ട് അതിൽ എന്താ പറയുന്നത്? ഇതില് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇമേജിങ്ങിനൊന്നും, സ്കാനിങ്ങിനോ സിറ്റി സ്കാനിങ്ങിനോ അങ്ങനെ. അപ്പം പേഷ്യന്റിന്റെ എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഇമേജിനെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ തന്നെ എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഇമേജിങ്ങും ഉണ്ടായിരിക്കും. ഓക്കെ, അത്തരം സെറ്റ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പേഷ്യൻസിന് സേഫ്റ്റി കൂടുതലായിരിക്കും. പിന്നെ ഇതില് ചെറിയ ഇൻസിഷൻ മാത്രമേ വേണ്ടി വരൂ. ഓരോ പ്രോസസ്സും ഓരോ പ്രൊസീജിയറിലും നമ്മൾ ആ ഇമേജിങ്ങിന്റെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 ഓപ്പറേഷൻ തിയേറ്റർ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. നെക്സ്റ്റ് വൺ എന്താണ്? പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേറ്റിംഗ് തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകാവുന്ന അപകടങ്ങളെ എങ്ങനെയാണ്, എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്? എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ നഴ്സസ് വിത്ത് നോൺ സ്ലിപ്പ് സോൾസ്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തെന്നായിരുന്നു അതും? സർജിക്കൽ ക്ലോത്ത്സ് അല്ലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് നമ്മൾ എന്താണ്, ഷൂസ് എന്ത് ചെയ്യണം, കവർ ചെയ്യണം എന്ന് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? അതേപോലെ എങ്ങനെയാണ് പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ നേഴ്സസ്. നേഴ്സസ് എങ്ങനെയാണ്, അവർക്ക് തയ്യാറാക്കിയിട്ടുള്ള ഷൂസുകളാണ് ഓപ്പറേഷൻ തിയേറ്ററിലായിക്കോട്ടെ വെയർ ചെയ്യേണ്ടത്. ഓക്കെ, ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ. ഈ ഷാർപ്സ് ഒബ്ജക്ട് ഉണ്ട് ഹോസ്പിറ്റൽസിൽ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു, മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷാർപ്പ്. ഏതൊക്കെയാണത്? ഹോസ്പിറ്റൽസിൽ പലതരം ഷാർപ്സുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഡിറ്റാച്ചബിൾ ബ്ലേഡ്സ്, സിസേഴ്സ് പോലുള്ള ഓക്കെ, ഇത്തരം ഷാർപ്സുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഷാർപ്സുമായിട്ട് കൂടുതലും കോണ്ടാക്ട് വരുന്ന ഈ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഇഞ്ചുറീസ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഈ ഇഞ്ചുറീസിലൂടെ എന്ത് പറ്റുന്നുണ്ട്? എന്താ സംഭവിക്കുന്നത്? ഇഞ്ചുറീസ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അതിലൂടെ ഇൻഫെക്ഷൻസ് വരാനായിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്തരം ഷാർപ്സുകൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആകണം ഇത്തരം ഷാർപ്സുകളെ യൂസ് ചെയ്യേണ്ടതും ഹാൻഡിൽ ചെയ്യേണ്ടതും അതേപോലെ തന്നെ ഡിസ്പോസ് ചെയ്യേണ്ടതും. എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ഷാർപ്സ് വേസ്റ്റുകളെ, ഷാർപ്സ് ഒബ്ജക്റ്റുകളെ നമ്മൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ഓർക്കുന്നുണ്ടോ? കുറച്ച് സ്റ്റെപ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഫസ്റ്റ് എന്താണ്? PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ? നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിലായിരിക്കണം നമ്മൾ ഇത്തരം ഷാർപ്സുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ബയോളജിക്കൽ ബാഗ്, ഡേഞ്ചർ എന്ന് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം. പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിലായിരിക്കണം ഇത്തരം ഷാർപ്സുകളെ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ പോയിന്റ് അറ്റ്മോസ്റ്റ് കെയർ, പ്രോപ്പർ ആയിട്ടുള്ള കെയറോടുകൂടി ആയിരിക്കണം നമ്മൾ ഇത്തരം ഷാർപ്സുകളെ ഹാൻഡിൽ ചെയ്യേണ്ടതും അതേപോലെ അതിനനുസരിച്ചുള്ള ഡിസ്പോസൽ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതും. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, തേർഡ് വൺ എന്താണ്? ഇൻസ്റ്റാൾ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. Call a skilled electrician to test and repair damaged equipments. എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്സിന് ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ സ്കില്ലായിട്ടുള്ള ഇലക്ട്രീഷ്യനെ നമ്മൾ വിളിക്കേണ്ടതാണ്, കോൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ്? ഇലക്ട്രിക് ഷോക്സിൽ നിന്നും പേഷ്യന്റിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. ഓക്കെ, ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്തിനാണ്? ഇലക്ട്രിക് ഷോക്കിൽ നിന്നും ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. അപ്പൊ അതെന്താണ്? ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം മാം. ഒന്നും കൂടെ പറയാം. ഓക്കെ, പറയാം.
ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്താണ്? ഇലക്ട്രിക് ഷോക്കിൽ നിന്നും ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രത്യേകം ഡിവൈസുകളെയാണ് നമ്മൾ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഡിവൈസ് ആണിത്. നമ്മൾ ഷോക്കിൽ നിന്നും ഇലക്ട്രിക് ഷോക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് ആണിത്. ക്ലിയർ ആണോ? അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റിന്, എന്തെങ്കിലും ഒരു ഡിവൈസിന് ഡാമേജ് ഉണ്ടായാൽ അത് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യന്റെ ഹെൽപ്പ് നേടേണ്ടതാണ്. നെക്സ്റ്റ് വൺ ആണ് പുട്ട് ഓൺ എ റേഡിയേഷൻ ഡോസിമീറ്റർ. ഓക്കെ, പുട്ട് ഓൺ എ റേഡിയേഷൻ ഡോസിമീറ്റർ വെൻ എക്സ്പോസ്ഡ് ടു റേഡിയേഷൻ ഫോളോ ഓൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ ടു ലെസൺ എക്സ്പോഷർ ടു എ മിനിമം. ഓക്കെ, എന്താണ് റേഡിയേഷൻ ഡോസിമീറ്റർ? നമ്മൾ പഠിച്ചു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് നമ്മുടെ ശരീരത്തിൽ പതിച്ചാൽ ഒരവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ടെന്ന് പഠിച്ചു. എന്തായിരുന്നു അത്? ഓർക്കുന്നുണ്ടോ? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന്റെ എന്തായിരുന്നു അത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്തോ നമ്മളൊരു ഒരു വേർഡ് ഒരു പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു അത്? അയണൈസിങ് റേഡിയേഷൻ. എക്സ്പോഷർ. അയണൈസിങ് റേഡിയേഷൻ ഓർക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഈ അയണൈസിങ് റേഡിയേഷൻ എക്സ്പോഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് റേഡിയേഷൻ ഡോസിമീറ്റർ. ഓക്കെ, അയണൈസിങ് റേഡിയേഷൻ അതായത് റേഡിയേഷന്റെ എക്സ്പോഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, ഒരു ഡിവൈസ് ആണ് റേഡിയേഷൻ ഡോസിമീറ്റർ. അപ്പൊ എന്താ പറയുന്നത്? പുട്ട് ഓൺ റേഡിയേഷൻ ഡോസിമീറ്റർ. നമ്മൾ റേഡിയേഷൻ ഡോസിമീറ്റർ വെയർ ചെയ്യണം എന്നാ പറയുന്നത്. എന്തിനാണ്? നമുക്കപ്പോ അത് എന്താണ് അളക്കാൻ പറ്റും. ആ റേഡിയേഷന്റെ അളവ് എത്രയാണെന്ന് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? Then install air conditioning with effective general ventilation in the operating room to lessen heat stress and remove odors, gases and vapors. അപ്പോ ഓപ്പറേഷൻ തിയേറ്റർ റൂം എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞത്? എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. അതേപോലെ തന്നെ എങ്ങനെയായിരിക്കണം? സെപ്പറേറ്റ് വെന്റിലേഷൻ ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ആ വെന്റിലേഷന്റെ പ്രത്യേകത എന്തായിരിക്കണം? എയർ ഫ്ലോ എങ്ങനെയായിരിക്കണം? ഹൈ ജേംസിൽ ലെസ് ജേംസിലേക്ക് ആ രീതിയിലായിരിക്കണം. ഓക്കെ, ക്ലീൻഡ് ഏരിയയിൽ നിന്നും ക്ലീൻ അല്ലാത്ത ഏരിയയിലേക്ക് ആ രീതിയിലായിരിക്കണം അതിൽ എയർ ഫ്ലോസ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ അത്? നെക്സ്റ്റ് വൺ എന്താണ്? Nurses sensitive to natural rubber latex must use non-latex or powder-free latex gloves and avoid contact with other latex products. അപ്പൊ നമുക്ക് ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില എന്താണ് ഈ ലാറ്റക്സ് റബ്ബർ കൊണ്ടുള്ള ചില അലർജീസ് ഒക്കെ ഉണ്ടാകാം. ഇപ്പൊ നമുക്ക് ഗ്ലൗസ് അറിയാം. അപ്പൊ അത്തരം അലർജീസ് ഉള്ള നേഴ്സസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കണം? റബ്ബർ ഫ്രീ ആയിട്ടുള്ള ഗ്ലൗസ്, പ്ലാസ്റ്റിക് പോലുള്ള ഗ്ലൗസുകളാണ്, അതുകൊണ്ട് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് കൊണ്ടുള്ള ഗ്ലൗസുകളാണ് വെയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ലാക്റ്റിക്സ് മൂലം പല അലർജീസും വരാനായിട്ട് കാരണമാകാറുണ്ട്. ചില ഗ്ലൗസിൽ ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ അറിയാം, ചില പൗഡർ പോലെ കാണാറില്ല, ഇട്ട് കഴിയുമ്പോൾ കയ്യിൽ അത് വെളുത്തിരിക്കും. ഓക്കെ, പൗഡർ ഉണ്ടാകാം, ലാക്റ്റിക്സ് പൗഡർ ഉണ്ടാകാം. ഇത് അലർജിക്ക് കാരണമാകാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇത്തരം പൗഡേഴ്സ് ഇൻഹെയിൽ ചെയ്താൽ ആസ്മ, ഓക്കെ, അല്ലെങ്കിൽ ബ്രീത്തിങ് ഇഷ്യൂസ് പോലുള്ള ഡിസീസസിന് കാരണമാകാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാമേ? അപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും അലർജീസ് അങ്ങനെയുള്ള നേഴ്സസ് എന്താണ് ലാക്റ്റിക്സ് ഫ്രീ ആയിട്ടുള്ള ഗ്ലൗസ് വേണം വെയർ ചെയ്യാനായിട്ട്. ഈ റബ്ബർ പൗഡർ ഉണ്ട്, പൗഡർ ഫോമാറ്റിൽ ഉണ്ടാവും ചിലപ്പോൾ. ഗ്ലൗസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൗഡർ അവിടെ കാണാം അല്ലെ, കയ്യിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ ഈ പൗഡർ നമ്മൾ ഇൻഹെയിൽ ചെയ്താൽ ആസ്മ അല്ലെങ്കിൽ ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ അലർജീസ് വരാം. ഓക്കെ, അപ്പൊ അതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി, പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക് പോലുള്ള മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ച ഗ്ലൗസ് വേണം ഇത്തരം നേഴ്സസ് വെയർ ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? Then follow established and appropriate infection control precautions assuming blood and body fluids.
നെക്സ്റ്റ് പോയിന്റ് കൂടി നോക്കിക്കോളൂ. വാഷ് ഹാൻഡ്സ് ആൻഡ് അതർ എക്സ്പോസ്ഡ് സ്കിൻ സർഫസസ് ആഫ്റ്റർ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ്. അപ്പൊ നമ്മൾ നേരത്തെ ഷാർപ്സിന്റെ പറഞ്ഞ പോലെ തന്നെ ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ സ്പില്ലേജ് ഉണ്ടായാലും അതുമായിട്ട് കോണ്ടാക്ട് വന്നാൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഖദീജ ഓർക്കുന്നുണ്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ഒരു കോണ്ടാക്ട് വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ നേഴ്സസ് അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയർ സ്റ്റാഫ് ശ്രദ്ധിക്കണം? ഖദീജ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ചില നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഗ്ലൗസ്, ഗൗൺസ്, അല്ലെങ്കിൽ ഫേസ് ഷീൽഡ്, ഗോഗിൾസ് പോലുള്ള അതുപോലുള്ള PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എന്തോ പിന്നെന്താണ്? ഓക്കെ, പിന്നെന്തായിരുന്നു? പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഹാൻഡ് സ്ക്രബിംഗ്. കണ്ടെയ്ൻഡ് സ്പിൽ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അത്തരം സ്പില്ലിനെ നമുക്ക് അത്തരം ബ്ലഡ് ആയിക്കോട്ടെ ബോഡി ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ സ്പ്രെഡ് ചെയ്യാതെ തടയണം. ഓക്കെ, പിന്നെ ഇത്തരം മെറ്റീരിയൽസ് ഈ ബ്ലഡോ ആയിട്ടോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ടോ ടച്ചിൽ വന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ എന്താണ് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഒരു സൊല്യൂഷൻ ആ ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഏതായിരുന്നു അത്? അല്ല, എത്തിലീൻ അല്ലല്ലോ. ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? ബ്ലഡിന്റെയോ ബോഡി ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ 1%. ഓക്കെ, വെരി ഗുഡ് സുരഭി. 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് വേണം ആ ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ധാരാളം പ്രിക്കോഷൻസ് എടുക്കേണ്ടതാണ്. ഈ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപ് ധാരാളം പ്രിക്കോഷൻസ് ആ നേഴ്സസ് എടുക്കേണ്ടതാണ്. PPE വെയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ എന്താണ്? provide lifting aids for the lifting and shift of heavy patients. Consult an occupational safety specialist on the safe handling of heavy patients. അപ്പോ ഈ പേഷ്യൻസ് സർജറിക്ക് എത്തുന്ന ഈ പേഷ്യൻസ് നമുക്കറിയാം ചിലപ്പോ വെയിറ്റ്സ് ഉള്ളവരായിരിക്കാം അല്ലെ, ഹെവി ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കാം. അത്തരം സിറ്റുവേഷൻസിൽ അവരെ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്താണ് ലിഫ്റ്റിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, പേഷ്യന്റിനെ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി ലിഫ്റ്റിംഗ് എയ്ഡ്സ് അവർ ഉയർത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള എയ്ഡ്സുകൾ, ഉപകരണങ്ങൾ, ഡിവൈസുകൾ യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, സീലിംഗ് മൗണ്ടെയിൻ ലിഫ്റ്റഡ് എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. അത് എന്തിനാ യൂസ് ചെയ്യുന്നത്? അത് സീലിംഗിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത്തരം ഡിവൈസ് ഈ പേഷ്യന്റിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നേഴ്സസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ആർക്ക് വേണ്ടിയാണ്? ഇത്തരം ഹെവി പേഷ്യന്റിന്റെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ലിഫ്റ്റിംഗ് എയ്ഡ്സ് എന്താ? ലിഫ്റ്റിംഗ് എയ്ഡ്സ് പേഷ്യന്റിനെ, ഹെവി പേഷ്യൻസ്, അതായത് വെയിറ്റ് ഉള്ള പേഷ്യൻസ് വരാലോ. അപ്പൊ അത്തരം പേഷ്യൻസിനെ ഒരു നേഴ്സിന് വിചാരിച്ചാല് പൊക്കെ ലിഫ്റ്റ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ ലിഫ്റ്റിംഗ് എയ്ഡുകൾ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് എന്താണ്? ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജസ്. ഓക്സിജന്റെയോ ധാരാളം ഡിവൈസുകൾ ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഈ എന്താണ് ഓക്സിജൻ ഗ്യാസ് ആയിക്കോട്ടെ, അനസ്തെറ്റിക് ഗ്യാസ് ആയിക്കോട്ടെ, ഓക്കെ, അനസ്തീഷ്യ കൊടുക്കുന്നതിന് ഒരു ഗ്യാസ് വായിലൂടെ മാസ്കിലൂടെ ഗ്യാസ് ഉള്ളിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്തരം അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന അനസ്തെറ്റിക് ഗ്യാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓക്സിജൻ ആയിക്കോട്ടെ അതിന്റെ ലീക്കേജ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജസ്. ഇത്തരം ഗ്യാസുകളുടെ ലീക്കേജ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വൺ, കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചേഴ്സ്. ധാരാളം കെമിക്കൽസ് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരം കെമിക്കൽസിന്റെ ലീക്കേജ് ഉണ്ടായാലും എന്ത് പറ്റാം? എന്താണ്? ഹൈലി ഫ്ലെയിമബിൾ ആണ് ഇത്തരം കെമിക്കൽസ്. പല കെമിക്കൽസും ഹൈലി ഫ്ലെയിമബിൾ ആണ്. അപ്പോൾ ഇത്തരം തീ പിടിക്കാതെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ട എല്ലാ കരുതലുകളും കൺട്രോൾ എല്ലാം നേഴ്സസ് പ്രിക്കോഷൻസ് എല്ലാം അവരെടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ?
പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ഓക്കെ അതിന് എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് എടുക്കേണ്ടത്? പോയിന്റ്സ് എല്ലാം ക്ലിയർ ആണോ? എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് എടുക്കേണ്ടത്? ഫാത്തിമ പറയൂ എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കേണ്ടത്? ഫസ്റ്റ് വൺ എന്തായിരുന്നു ഫാത്തിമ? or ധന്യ എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആ എടുക്കേണ്ടത്? എന്തൊക്കെയാണ് ധന്യ? then സൂര്യ പറയൂ. എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കേണ്ടത് നമ്മള്? ഫോർ നേഴ്സസ് വിത്ത് നോൺ സ്ലിപ്പ് സോൾസ്, അതായത് നഴ്സുമാർക്ക് പറഞ്ഞിട്ടുള്ള സ്ലിപ്പേഴ്സ് മാത്രമാണ് അവര് ഓപ്പറേഷൻ തിയേറ്ററിൽ എൻ്റർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാമുള്ളൂ. പിന്നെ ഷാർപ്പ് ഒബ്ജക്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അറ്റ്മോസ്റ്റ് കെയർ അവര് ശ്രദ്ധിച്ചിരിക്കണം. അതായത് PPE വെയർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ലേബല് ചെയ്ത ഡേഞ്ചർ എന്ന് ലേബല് ചെയ്ത കണ്ടെയ്നർ വേണം അത് ഡിസ്കാർഡ് ചെയ്യാൻ. പിന്നെ ഡിസ്പോസൽ രീതി നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. പിന്നെ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഷോക്കിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിവൈസ് ആണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. അത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അത് എന്തെങ്കിലും റിപ്പയർ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യന്റെ സഹായം നേടണം. പിന്നെന്താണ്? പുട്ട് ഓൺ റേഡിയേഷൻ ഡോസിമീറ്റർ വെൻ എക്സ്പോസ്ഡ് ടു റേഡിയേഷൻ, അതായത് എന്തെങ്കിലും റേഡിയേഷൻ എക്സ്പോഷർ അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് റേഡിയേഷൻ ഡോസിമീറ്റർ. അതിനനുസരിച്ച് അതിന്റെ എക്സ്പോഷർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രിക്കോഷൻ എടുക്കാൻ കഴിയണം. പിന്നെന്തായിരുന്നു? ഇൻസ്റ്റാൾ എയർ കണ്ടീഷനിങ് വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ ഇൻ ദ ഓപ്പറേറ്റിംഗ് റൂം ടു ലെസൺ ഹീറ്റ് സ്ട്രെസ് ആൻഡ് റിമൂവ് ഓഡേഴ്സ് ഗ്യാസസ് ആൻഡ് വേപ്പേഴ്സ്. എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ സെപ്പറേറ്റ് വെന്റിലേഷനും ഓപ്പറേഷൻ റൂമിൽ ഉണ്ടായിരിക്കണം. Next point, nurses sensitive to natural rubber latex must use non-latex or powder-free latex gloves and avoid contact with the other latex product. ലാറ്റക്സ് മെറ്റീരിയൽസ് സെൻസിറ്റീവ് ആയിട്ടുള്ള നഴ്സുമാർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവും. അവര് ലാറ്റക്സ് ഫ്രീ ആയിട്ടുള്ള ഗ്ലൗസ് വേണം ധരിക്കാൻ. ഇല്ലെങ്കിൽ അതിലുള്ള പൗഡർ ഒക്കെ കയ്യിൽ പറ്റിപ്പിടിച്ച് അവർക്ക് അലർജീസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ലാറ്റക്സ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ അലർജീസ് മാത്രമല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിനനുസരിച്ചുള്ളത് വേണം അവർ യൂസ് ചെയ്യാൻ. പിന്നെന്തായിരുന്നു? ഫോളോ എസ്റ്റാബ്ലിഷ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് അസ്യൂമിങ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ലീക്കേജ് സംഭവിക്കാൻ സമയത്ത് അവർ നല്ല കൺട്രോൾ പ്രിക്കോഷണറി മെഷേഴ്സ് ഒക്കെ എടുത്തിരിക്കണം. അതായത് PPE ധരിച്ചിരിക്കണം, മാസ്ക്, ഫേസ് ഷീൽഡ് എല്ലാം ധരിച്ചിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, വാഷ് ഹാൻഡ്സ് ആൻഡ് അതർ എക്സ്പോസ്ഡ് സ്കിൻ സർഫസ് ആഫ്റ്റർ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. അതായത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് പോലുള്ള സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിച്ച് സർഫസും അതുപോലെ തന്നെ നമ്മുടെ കൈകളൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ലിഫ്റ്റിംഗ് സർഫസ് മാത്രമാണ് ക്ലീൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിന്റ്. ലിഫ്റ്റിംഗ് എയ്ഡ്സ് യൂസ്, അത് ഹെവി വെയിറ്റ് ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് പൊക്കാനായിട്ട് നേഴ്സിന് സാധിക്കില്ല. ആ സമയത്ത് ലിഫ്റ്റിംഗ് എയ്ഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ലിഫ്റ്റിംഗ് എയ്ഡ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഗ്യാസ് ലീക്കേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ കെമിക്കൽ ലീക്കേജ് ഉണ്ടാവുമ്പോൾ ഹൈലി ഫ്ലെയിമബിൾ ആയിരിക്കും. അത് കൺട്രോൾ ചെയ്യാനുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് ഹോസ്പിറ്റലിൽ എടുത്തിരിക്കണം. ഇത്രയും പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ എന്താണ്? എമർജൻസി എക്യുപ്മെന്റ്സ് അസോസിയേറ്റ് ഡ്യൂട്ടീസ് ആർ. ഈ എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ എക്യുപ്മെന്റ്സിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് കാർഡിയാക് ട്രോളി വിത്ത് ഡെഫിബ്രിലേറ്റർ ഹാസ് ടു ബി റീഡ്ലി അവൈലബിൾ. എന്തായിരുന്നു ഡെഫിബ്രിലേറ്റർ? നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഡെഫിബ്രിലേറ്റർ എന്തായിരുന്നു? ഡെഫിബ്രിലേറ്റർ cardiac trolley with defibrillator has to be readily available. എന്തായിരുന്നു ഡെഫിബ്രിലേറ്റർ? ഹാർട്ടിലേക്ക് കൺട്രോൾഡ് ആയിട്ടുള്ള, സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജു?
ഹാർട്ടിലേക്ക് കൺട്രോൾഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ്. കാർഡിയാക് അറസ്റ്റിന്റെയൊക്കെ സമയത്താണെങ്കിൽ എന്താണ്, ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഷോക്ക് ഹാർട്ടിലേക്ക് കൊടുക്കുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഡെഫിബ്രിലേറ്റർ. ഓർക്കുന്നുണ്ടോ? AED പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹാർട്ടിന്റെ റിതം അതല്ല മാം. AED നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്ന ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ ഒരു എക്സാമ്പിൾ ആയിട്ട് AED നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ്? കാർഡിയാക് അറസ്റ്റ് ഒക്കെ വന്നാൽ ആ സമയത്ത് ഹാർട്ടിലേക്ക് എന്ത് ചെയ്യും? ഹാർട്ടിന്റെ റിതം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രിക് ഷോക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് ഡെഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത് സെറ്റ് ചെയ്തിട്ടുള്ള ഈ കാർഡിയാക് ട്രോളീസ് എന്താണ്, ഈസിലി അവൈലബിൾ ആയിരിക്കണം. ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത്തരം കാർഡിയാക് ട്രോളീസ് അവൈലബിൾ ആയിരിക്കണം. ക്ലിയർ ആണോ? ഇത്തരം ഡെഫിബ്രിലേറ്റർ, ഇത്തരം ഡിവൈസുകൾ സെറ്റ് ചെയ്തിട്ടുള്ള ട്രോളീസ് ഓപ്പറേഷൻ റൂമിൽ എന്താണ് അവൈലബിൾ, ഈസിലി അവൈലബിൾ ആയിരിക്കണം. പിന്നെന്താണ്, ഡു ഓൾ പേഴ്സണൽ നോ ഇറ്റ്സ് ലൊക്കേഷൻസ്. എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും അതിന്റെ ലൊക്കേഷൻസ് അറിഞ്ഞിരിക്കണം. ഓരോ ഡിവൈസുകളും എവിടെയാണ് പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന്റെ ലൊക്കേഷൻസ് എങ്ങനെയാണ് എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെന്താണ്, specific duties of each person to be performed in connection with emergency equipment, checking of medicines which are expired and preventive maintenance of equipments. അതായത് എക്സ്പയർഡ് ആയിട്ടുള്ള മരുന്നുകൾ ഉണ്ടാകാം അല്ലേ, അല്ലെങ്കിൽ എന്താണ്, റിപ്പയർ ചെയ്യേണ്ട എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കാം അല്ലെ, മെയിൻ്റനൻസ് ചെയ്യേണ്ട എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കാം. അപ്പൊ ഇത്തരം എക്യുപ്മെന്റ്സുകൾ, ഇത്തരം ഡ്യൂട്ടീസ് ഓരോരുത്തർക്കും എന്താണ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഓരോ ആളുകൾക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ചെയ്യേണ്ടത്, ഓക്കെ, ആ ഡ്യൂട്ടീസ് ചെയ്യേണ്ടത് അത്തരം ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണോ? എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിക്കേഷൻസ്, മരുന്നുകൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് എക്യുപ്മെന്റ്സുകളുടെ റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെ ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ആ ഡ്യൂട്ടീസ് ചെയ്യേണ്ടത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ക്ലിയർ ആണോ? എക്യുപ്മെന്റ്സ്, അതിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ക്ലിയർ ആണോ? അത് 3 പോയിന്റേ ഉള്ളൂ. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഡെഫിബ്രിലേറ്റർ പോലുള്ള ഡിവൈസുകൾ സെറ്റ് ചെയ്തിട്ടുള്ള കാർഡിയാക് ട്രോളീസ് ഈസിലി അവൈലബിൾ ആയിരിക്കണം. ഓരോ ഡിവൈസുകളും എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അതിന്റെ ലൊക്കേഷൻസ് എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും അറിഞ്ഞിരിക്കണം. കൂടാതെ എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ് ചെക്ക് ചെയ്യേണ്ടതും എന്താണ്, എക്യുപ്മെന്റ്സ്, ഡിവൈസുകളുടെ ആ ഡിവൈസുകളെ മെയിൻ്റനൻസ് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടതും റിപ്പയർ ചെയ്യേണ്ടതും ആ ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, 3 കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചെറിയ 2 ടോപ്പിക് കൂടി ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ റീഡ് ചെയ്തിട്ട് വന്നോട്ടോ. അഡ്മിനിസ്ട്രേഷന്റെ കാര്യമുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. ഈ 2 ചെറിയ ടോപ്പിക്സ് ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? നമ്മൾ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ആണ് അല്ലെ. ഫസ്റ്റ് എന്തായിരുന്നു പഠിച്ചത്? ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. ഏതൊക്കെ ടൈപ്സ് ഓപ്പറേഷൻ തിയേറ്റർ ഉള്ളത് ഖദീജ? ഏതൊക്കെ ടൈപ്സ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആണ് ഉള്ളത്? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. പിന്നെ ഏതാണ്? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഒന്ന് ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഈ 3 എണ്ണവും? എന്താണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് വെച്ചാൽ ബിൽഡ് വിത്ത് സ്റ്റീൽ സ്ട്രക്ചർ വിത്ത് ജോയിന്റ് സ്റ്റെറൈൽ കോട്ടിംഗ് ഉപയോഗിച്ചാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഹൈ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈലി ഫ്ലെക്സിബിൾ ആണ്. ദാറ്റ് ഈസ് ഈസിലി ഇൻസ്റ്റാൾ എനി ഡിവൈസസ്. എന്ത് ഡിവൈസ് വേണം നമുക്ക് ഈസിലി അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓഫ് സൈറ്റിൽ നിർമ്മിക്കുന്നതും ഓൺ സൈറ്റിൽ അസംബിൾ ചെയ്യുന്നതുമായിട്ടുള്ള രീതിയിലാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത എന്താണ്? അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട് ഇതില്.
അഡ്വാൻസ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, പിന്നെന്താണ്? പിന്നെ ഡിജിറ്റൽ ഇമേജിംഗ്, IT സിസ്റ്റംസും അഡ്വാൻസ് മെഡിക്കൽ എക്യുപ്മെന്റ്സും ഡിജിറ്റൽ ഇമേജിംഗും IT സിസ്റ്റംസും ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണിത്. മൂന്നിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന, സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. അങ്ങനെയാണെങ്കിൽ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത എന്താ? ഇത് ഇമേജിംഗ്, മെഡിക്കൽ ഇമേജിങ്ങോട് കൂടിയുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഇതിനുള്ളിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. CT സ്കാന്, CAMS, MRI സ്കാനേഴ്സ്. ഇതിനു വേണ്ടിയായിട്ട് പേഷ്യൻസിനെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഹൈ പേഷ്യന്റ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഇമേജിങ്ങിനെയും കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. അങ്ങനെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഏത്? ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? അപ്പൊ അതായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. പിന്നെ നമ്മൾ പ്രിവെന്റീവ് മെഷേഴ്സ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു പ്രിവെന്റീവ് മെഷേഴ്സ്? എന്നോടാ മാം? ഖദീജ മ്യൂട്ട് ചെയ്തോളൂ. ഖദീജ, വേറെ ആർക്കെങ്കിലും പറയാവോ ഏതൊക്കെയാണ് പ്രിവെന്റീവ് മെഷേഴ്സ്? നേഴ്സസ് അവർക്ക് കൊടുത്തിട്ടുള്ള ഷൂസ് ആണ് വെയർ ചെയ്യേണ്ടത്. പിന്നെന്തായിരുന്നു? സ്റ്റാഫുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫിന് ഇഞ്ചുറീസ് ഉണ്ടാവുകയും ഇൻഫെക്ഷൻ വരെയൊക്കെ സാധ്യതയുണ്ട്. അതിനാൽ അത് പ്രോപ്പർ കെയറോട് കൂടി ആയിരിക്കണം സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യേണ്ടതും ഡിസ്പോസ് ചെയ്യേണ്ടതും. ഓക്കെ, വെരി ഗുഡ്. പിന്നെന്തായിരുന്നു? അടുത്ത എന്തെങ്കിലും എക്യുപ്മെന്റിന് ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ അത് സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യന്റെ ഹെൽപ്പോട് കൂടി വേണം അത് ആ ഡാമേജ് മാറ്റുക. പിന്നെ ഇലക്ട്രിക് ഷോക്കിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. ഓക്കെ, പിന്നെന്താണ്? റേഡിയേഷൻ അയണൈസിംഗ് റേഡിയേഷൻ എക്സ്പ്ലോസർ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഈ റേഡിയേഷൻ ഡെസിമീറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് എന്താണ് അതിനനുസരിച്ച് എന്താണ് പ്രിക്വേഷൻസ് എടുക്കാൻ കഴിയുന്നതാണ്. പിന്നെന്താണ്? എയർ കണ്ടീഷന്റെ കാര്യം എങ്ങനെയാണ്? ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെയായിരിക്കണം? OT റൂം എയർ കണ്ടീഷണർ ആയിരിക്കണം. അതുപോലെ സെപ്പറേറ്റ് വെന്റിലേഷൻ ഒക്കെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഗ്ലൗസിന്റെ കാര്യം എങ്ങനെയാണ്? അത് സെൻസിറ്റീവ് സ്കിന്നുള്ള നഴ്സസിന് ലാറ്റിക്സ് ഫ്രീ ആയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഗ്ലൗസ് ആയിരിക്കണം വെയർ ചെയ്യാൻ. അത് അലർജിയിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലാറ്റിക്സ് ഫ്രീ ആയിട്ടുള്ള ഗ്ലൗസ് വെയർ ചെയ്യണമെന്ന് പറയുന്നത്. അടുത്ത ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡിന്റെയോ ആയിട്ട് കോണ്ടാക്ട് വരുന്നതിന് മുമ്പ് ധാരാളം പ്രിക്യൂഷൻസ് എടുക്കണം. PPE ഒക്കെ വെയർ ചെയ്തിരിക്കണം പ്രോപ്പറായിട്ട്. അടുത്ത സർജറിക്ക് എത്തുന്ന പേഷ്യൻസിൽ വെയിറ്റ് കൂടിയ പേഷ്യൻസ് ആണെങ്കിൽ അവരെ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി ലിഫ്റ്റിംഗ് എയ്ഡ്സ് ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ ഓക്സിജന്റെ ഗ്യാസും പിന്നെ അനസ്തേഷ്യ ഗ്യാസ് ഒക്കെ ലീക്കേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ പിന്നെ അടുത്തത് ധാരാളം കെമിക്കൽസ് OTs ഉപയോഗിക്കാൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് തീപിടുത്തമൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അതിന്റെ ലീക്കേജ് ഒക്കെ ഇല്ലെന്ന് ഉറപ്പാക്കണം. ഓക്കെ, നമ്മൾ പ്രിക്വേഷൻസ് എടുക്കേണ്ടതാണ്. പിന്നെ എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റ് ഡ്യൂട്ടീസ് ഏതൊക്കെയായിരുന്നു? 3 ഉള്ളു. ഏതൊക്കെയായിരുന്നു 3? ഏതൊക്കെയാണ് സുരഭി? ഏതൊക്കെയാണ്? ഡിഫിബ്രിലേറ്റർ വെച്ചിട്ടുള്ള കാർഡിയാക് ട്രോളി റെഡി ആയിട്ടിരിക്കണം എപ്പോഴും. എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? എല്ലാ പേഴ്സൺസിനും ആ എക്യുപ്മെന്റ്സ് എവിടെയാ ഇരിക്കുന്നതെന്നുള്ള ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം. പിന്നെന്താണ്? സ്റ്റാഫുകൾക്കും. പിന്നെന്താണ് ലാസ്റ്റ് വൺ? പിന്നെ മെഡിസിൻസ് ഒക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ അതോ എക്യുപ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിൽ സ്പെസിഫിക് ഡ്യൂട്ടീസ് ഉണ്ടാവും ഓരോ പേഴ്സൺസിനും. ആ ഡ്യൂട്ടീസ് ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നെക്സ്റ്റ് പേജിൽ 2 ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് തന്നെ. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? താങ്ക് യു മാം. ടീച്ചർ.
എം മിസ് ഇല്ലേ ഇനി